ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടീം വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ടീം വർക്ക് ആൻഡ് ഓൾസോ എബൌട്ട് ക്യാപ്റ്റൻസി, ലീഡർഷിപ്പ്, എവരിത്തിങ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അറിയാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പീപ്പിൾസാണ് ഇന്ത്യൻ ടീമിൽ എൻഡ് ഓഫ് ദി ഡേ ഒരു ടീം ഫോം ചെയ്ത് 11 അല്ലെങ്കിൽ 15 ടീമായിട്ട് മാറുന്നു. ഓക്കെ, അതിൽ പല കാര്യങ്ങളും ടീമുകൾ ഷഫിൾ ആയിക്കൊണ്ടേയിരിക്കും, കൺസിസ്റ്റൻ്റ് ഉണ്ടാവില്ല, ടീമുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ ആൾക്കാർ അത് വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ പഴയ ആൾക്കാർ പോകും. അപ്പോൾ എങ്ങനെ തന്നെ പോയാലും ഒരു ടീമിലുള്ള ഒരു കോർഡിനേഷൻ പലപ്പോഴും അത് ലക്കാണ്. ചില സമയത്ത് ചില ടീം ഭയങ്കര കോർഡിനേറ്റീവായിട്ട് കളിക്കും, ചിലത് ചിലപ്പോൾ കോർഡിനേഷൻ വളരെ കുറവായിരിക്കും. ഇൻഡിവിജ്വലി എല്ലാവരും മികച്ചതാണെങ്കിൽ പോലും ടീം സെറ്റാകണ ഒരു ലെവലുണ്ട്, ഒരു ടീം ഫുള്ളി സെറ്റാണ് ലെവൽ. അത് ചില സമയത്ത് അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ബെറ്റർ. കാരണം പീപ്പിൾസ് മാറിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. പീപ്പിൾസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തിത്താണ്. ചിലപ്പോൾ ചിലർ നോർത്ത് ഇന്ത്യ, ചില സൗത്ത് ഇന്ത്യ, പിന്നെ വെസ്റ്റ്, അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരണം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ, പിന്നെ എല്ലാവരും കൺസിസ്റ്റൻ്റായി ഒരുമിച്ച് കളിക്കുന്നവരും ആയിരിക്കില്ല. ഓക്കെ, മേ ബി ഒരു ടൂറിൽ ഒരുമിച്ചുണ്ടെങ്കിൽ അടുത്ത ടൂറിൽ അവരുണ്ടാകില്ല. അങ്ങനെ കൺസിസ്റ്റൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടീം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. അപ്പോൾ വൺ ഓഫ് ദി ഗെയിം, ഇന്ത്യയുടെ ടീം സ്പിരിറ്റിൻ്റെ ഒരു എക്സ്ട്രീം കാണിച്ചു തന്ന ഒരു ഗെയിമാണ് കുറിച്ച് ഞാൻ സംസാരിക്കണം. 2021 ലോർഡ്സിൽ ഇന്ത്യ എഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. ഓക്കെ, ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇന്നിങ്സ് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യണു 390 സംതിങ് റൺസ്, ഇന്ത്യ ബാറ്റ് ചെയ്യണു 360 സംതിങ് റൺസ് എടുക്കുന്നു. ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നു അവരുടെ ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കുന്നു 390 സംതിങ്. ഇന്ത്യ 27 റണ്ണിൻ്റെ 28 റണ്ണിൻ്റെ ലീഡ് വഴങ്ങുകയാണ്. ഓക്കെ, സെക്കൻഡ് ഇന്നിങ്സിന് ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങിയ സമയത്ത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഭയങ്കരമായിട്ട് കൊളാപ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് ബാറ്റിംഗ് ഓർഡർ തന്നെ വളരെ കൊളാപ്സ് ആയതിനു ശേഷം ഇന്ത്യ 208 റണ്ണാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 8 വിക്കറ്റ് ഡൗൺ ആവുകയാണ്. 8 വിക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഇന്ത്യക്ക് ആ സമയത്ത് ലീഡായിട്ടുള്ളത് 170 റൺ സംതിങ് ആണ്. 170-180 സംതിങ് റണ്ണുണ്ട്. ഇൻ കേസ് ഇന്ത്യ അവിടെ ഓൾ ഔട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കളി പോകുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ ആകെ 180 റണ്ണ് ചേസ് ചെയ്താൽ കളി ജയിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ബോളർമാരായ 2 പേര്, ഒന്നാമത് ഇന്ത്യ പ്രൈം ബോളേഴ്സായുള്ള ഒന്ന് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ബാറ്റിങ്ങിന് ഇറങ്ങും. അവിടെ നിന്ന് ഇവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ഇടുന്നത് 89 റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ് ഇടുകയാണ്. ഇവർ വിക്കറ്റ് പോയില്ല, 208 നിന്ന് 298 സംതിങ് റണ്ണിലേക്ക് ഇവർ എത്തിക്കുകയാണ്. ഓക്കെ, അതിൽ മുഹമ്മദ് ഷമി 50 അടിക്കുന്നുണ്ട്, അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ട്. ബുംറ 30 സംതിങ് റൺസ് എന്തോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 208 എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു അടുത്തൊരു 10 റണ്ണിൻ്റെ തന്നെ ഇവർ ആൾ ഔട്ട് ആക്കുക, ചേസിങ്ങിന് ഇറങ്ങാന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ. ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ബുംറയും ഷമ്മിയും ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ബാറ്റ് ചെയ്യുന്നതും വളരെ റൺസ് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവരെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ അവർ ഏറ്റവും ബെറ്റർ ബാറ്റിംഗ് ലൈനിന് ആൾറെഡി ചീപ്പായിട്ട് പുറത്താക്കി കഴിഞ്ഞു. പിന്നെ ഈ 2 ബൗളേഴ്സ് വന്നിട്ട് അവിടെ നന്നായി സ്കോർ ചെയ്യുക പറയുമ്പോൾ ഇംഗ്ലണ്ടിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. സോ അവർ ഒരു പരിധി വരെ അവർ നോർമലായിട്ട് ബോളിംഗ് എല്ലാം പോയി, പിന്നെ വിക്കറ്റ് വീഴുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഏറ്റവും ബെറ്ററായി കളിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, സ്ലെഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഭയങ്കരമായിട്ട് സ്ലെഡ്ജിങ് ആയിരുന്നു ബൗളേഴ്സിനെ, അതായത് ബുംറയും ഷമ്മിനെ ഭയങ്കരമായിട്ട് സ്ലെഡ്ജ് ചെയ്യാൻ ഇവർ തുടങ്ങി. ഇവർ അതാണ് 9ാം വിക്കറ്റിൽ ഇത്രയും നന്നായി സ്കോർ ചെയ്യണം അവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ നന്നായി ബാറ്റ് ചെയ്ത് ഇന്ത്യ 298 റണ്ണിന് 8 വിക്കറ്റ് എന്നുള്ള ലെവലിൽ എത്താണ്. അപ്പോൾ ഇന്ത്യക്ക് ഓട്ടോമാറ്റിക്കലി 270 റൺ സംതിങ് ലീഡായി. ഓക്കെ, 5ാമത്തെ ദിവസത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇനി എത്രയോ 60 ഓവറാണ്, 60 സംതിങ് ഓവേഴ്സ് ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രീം സ്ലെഡ്ജിങ് ആണ് ബുംറയും ഷമ്മിയും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ 298-നെ എന്താ പറയുക ഡിക്ലെയർ ചെയ്ത് 271 റൺ സംതിങ്ങിൻ്റെ ബാറ്റിംഗ് ടാർഗറ്റ് ഇംഗ്ലണ്ടിന് കൊടുക്കണം. അവസാനം 5ാമത്തെ ദിവസത്തിൽ അവസാനത്തെ 60 ഓവറുണ്ട്. ഇന്ത്യ ബോളിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യയുടെ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി അതായത് വിരാട് കോഹ്ലി ചുറ്റും നിന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് വളരെ റയറായിട്ടാണ് നമുക്ക് അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ കിട്ടുക. അതായത് ടീം ചുറ്റും നിന്നിട്ട് സംസാരിക്കുക, അതായത് ക്യാപ്റ്റൻ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന സീനുണ്ട്. ആ സമയത്ത് ക്യാമറ ഏറ്റവും മേലെ വന്നിട്ട് ഒരു ഷൂട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് വിരാട് കോഹ്ലി പറയണത് അതിൽ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആ 60 ഓവർ അവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം. ഓക്കെ, 60 ഓവറിൽ അവർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്നാണ് വിരാട് കോഹ്ലിയുടെ അഡ്വൈസ് അതിൻ്റെ ടീമിന് കൊടുക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി 60 ഓവർ വേണം, 271 വേണം റൺസ്. ഫസ്റ്റ് അവർ ഒരു ഡോമിനേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇംഗ്ലണ്ട്. അപ്പോൾ ദർ ഇസ് എ ചാൻസ് അവർ 60 ഓവറിൽ 271 അടിച്ചെടുക്കും എന്നുള്ളൊരു പ്രഡിക്ഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ വരുന്നു, ബോളിങ്ങിന് വരുന്നു.
ആൻഡ് ഇന്ത്യ പിന്നീട് വേറൊരു കൈൻഡ് ഓഫ് ടീമായിട്ടാണ് ഇന്ത്യ ബോൾ ചെയ്തിട്ടുണ്ടായത്. ഇന്ത്യ അവരെ 120 റണ്ണിന് ഓൾ ഔട്ട് ആക്കുകയാണ്. ഓക്കെ, അതായത് 5ാമത്തെ ദിവസത്തിൽ ഇന്ത്യ തോറ്റു എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിന്ന് ബുംറയും ഷമിയും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. ആ പാർട്ട്ണർഷിപ്പിലൂടെ ഇന്ത്യക്ക് കുറച്ച് മെജോറിറ്റി കിട്ടുന്നു. ആ മെജോറിറ്റിയിലൂടെ ഇന്ത്യ ബോളിങ്ങിന് വരുന്ന സമയത്ത് ദർ ഇസ് ഈക്വൽ ചാൻസ് ആണ് ജയിക്കാനും തോൽക്കാനും. ആ സിറ്റുവേഷനിൽ ഇന്ത്യ അവർ എറിഞ്ഞിടുന്നതാണ് 120 റണ്ണിനെ എറിഞ്ഞിട്ട് ഇന്ത്യ 151 റണ്ണിൻ്റെ വിജയം കരസ്ഥമാക്കുകയാണ്. ഓക്കെ, ആ 151 വിജയം കരസ്ഥമാക്കിയതിന് ശേഷം ഇന്ത്യയുടെ അന്നത്തെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള KL രാഹുൽ വൈസ് ക്യാപ്റ്റൻ ആണെന്നാണ് തോന്നുന്നത്. അയാൾ അന്നത്തെ ആ മാച്ചിന് ശേഷം ട്വിറ്ററിലൊരു അയാളുടെ ഒരു വേർഡിങ് ഉണ്ട്, ഇഫ് യു കം അഗെയിൻസ്റ്റ് വൺ ഓഫ് us ദ ഹോൾ ടീം വിൽ കം അഗെയിൻസ്റ്റ് യു. ഓക്കെ, ഞങ്ങളിൽ ഒരാളെ, നമ്മുടെ പച്ച മലയാളത്തിൽ പറയാം, ഞങ്ങളിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ ഒരു ഡയലോഗില്ല, അതുപോലെ ഞങ്ങളിൽ ഒരാൾക്ക് എഗെയിൻസ്റ്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ടീം മൊത്തം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരും. ഓക്കെ, അതിലൊരു സീനും കൂടി കാണിച്ചിട്ടുള്ള ഒരു ട്വീറ്റ് KL രാഹുൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബുംറയും ഷമ്മിയും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ഇവരെ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം സ്ലെഡ്ജിങ് ആയിരുന്നു. അതിനുള്ള ഓപ്പോസിഷനാണ് ഇന്ത്യ ബോളിങ് വന്നപ്പോൾ അവർ തിരിച്ച് കാണിച്ചു കൊടുത്തത്. അതായത് ഞങ്ങളുടെ ടീമിലെ 2 പേർക്ക് എഗെയിൻസ്റ്റ് വന്നു, പക്ഷേ ഞങ്ങളുടെ ടീം മൊത്തം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരും എന്ന ലെവലിൽ അത്രയും യൂണിറ്റി ആയിട്ടുള്ള ഒരു ടീം അന്ന് അതാണ് 60 ഓവറിൽ ചേസിങ് വെച്ചിട്ട് 120 റണ്ണിന് ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കുക, അതും ലോർഡ്സിൽ. ഓക്കെ, ലോർഡ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ പ്രൈഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അവിടെ പോയിട്ട് ഇംഗ്ലണ്ടിനെ അത്രയും എന്താ പറയുക വേഴ്സ്റ്റ് ആയിട്ട് ഡിഫീറ്റ് ചെയ്യുക പറഞ്ഞാൽ ഈസി ടാസ്ക് അല്ല. അത് ഇന്ത്യ ചെയ്തു കൊടുക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ ഇതായത് ഇവർ ഇന്ത്യയെ സ്ലെഡ്ജ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ടീം അവർക്ക് എഗെയിൻസ്റ്റ് പോവാണ്. അങ്ങനെ ഇന്ത്യ ജയിക്കണം. അത്രയും യൂണിറ്റായിട്ട് ഇന്ത്യൻ ടീം കളിച്ച ഒരു മാച്ച് വേറെ ഉണ്ടാവുക ചോദിച്ചാൽ ഇല്ല. അത്രയും എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് യു ഹാവ് ടു വിൻ എന്ന ലെവലിൽ നിന്ന ഒരു മാച്ച്.